തേക്കിഴാസ്വാമിയുടെ പെരിയ പുരാണത്തിലെ അരിവാട്ടായ നയനാർ എന്ന ശിവഭക്തൻ്റെ കഥയാണ് നാം ഇനി കാണുന്നത്. അരിവാട്ടായ നയനാർ എങ്ങനെ അരിവാൾത്തായ നയനാറായി മാറി എന്ന് നമുക്ക് നോക്കാം. കാലകർമ്മഭയം നീക്കുന്ന ശംഭുവിനെ സദാ ആരാധിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥയാണ് അരിവാട്ടായ നയനാരുടെ കഥ. സുലഭമായി കിട്ടുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് പൂജിച്ചാൽ തീർച്ചയായിട്ടും ശിവൻ സംപ്രീതനാകും എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. നദീതടത്തിലെ മണൽ കൊണ്ട് ശിവലിംഗമുണ്ടാക്കാം. കറുകയും ജലവും കൊണ്ട് പൂജിക്കാം. ഭക്തിയോടെ വെറും നൈവേദ്യ ചോറ് സമർപ്പിച്ച് മാത്രം ഒരാൾ സംസാരത്തിൽ നിന്ന് മോചനം നേടിയ കഥയാണ് അരിവാട്ടായ നയനാരുടെ കഥ. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. കാവേരി നദിയിൽ നിന്ന് കൈച്ചാലുകൾ വെട്ടിത്തിരിച്ച് കൃഷി ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ജലസമ്പുഷ്ടമാക്കി മാറ്റിയ ചോഴരാജ്യം സമ്പദ്സമൃദ്ധിയുടെ പര്യായമായിരുന്നു. കാടുകളിൽ മുത്തുവിതർന്ന മുളങ്കൂട്ടങ്ങളെന്ന പോലെ പൊൻവിളയുന്നതായിരുന്നു അവിടുത്തെ നെൽവയലുകൾ. ആ കാവേരി നദീതീരത്ത് താമസിച്ചിരുന്ന അരിവാട്ടായ നായനാർ, അദ്ദേഹത്തിൻ്റെ പേര് തായനാർ എന്നാണ്. തായനാർ എന്ന ഒരു ധനിക കർഷകനുണ്ടായിരുന്നു. ബാല്യം മുതൽക്കേ അദ്ദേഹം അതിദുർലഭമായ ശിവഭക്തി പ്രകടിപ്പിച്ചിരുന്നു. 2 നാഴിക ദൂരത്തുണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് വിഷ്ണുവിന് പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന പാദപത്മങ്ങളോട് കൂടിയ ഭഗവാനെ ദിവസവും അരിവാട്ടായ തായനാർ ആരാധിക്കാറുണ്ടായിരുന്നു. തായനാർ ദിവസവും ഭക്തിമതിയായ തൻ്റെ ഭാര്യയോടൊത്ത് വേദസാരമായി ഈ ഭഗവാന് നൈവേദ്യം അർപ്പിക്കാൻ പോകും. ഉണക്കലരിയും പച്ചക്കറികളും കണ്ണിമാങ്ങയും പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് കൊടുക്കും. അവർ അതുകൊണ്ട് നൈവേദ്യമുണ്ടാക്കി ദേവനെ പൂജിക്കുന്നതുവരെ ആ ഭക്തദമ്പതിമാർ ക്ഷേത്രത്തിന് വെളിയിൽ നിൽക്കുമായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ അദ്ദേഹം ശിവന് അഭിഷേകം ചെയ്യിക്കാറുണ്ടായിരുന്നു. ഇപ്രകാരം 16 സംവത്സരങ്ങൾ കഴിഞ്ഞു. തായനാരുടെ ഭക്തി പരീക്ഷിക്കുവാൻ ഭഗവാൻ ഒരു ദിവസം തീർച്ചയാക്കി. കൊടും മഴ പെയ്യിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തമമായ ഗോധനം നശിപ്പിച്ചു. പിന്നീട് കടുത്ത വരൾച്ച കൊണ്ട് വിളവൊക്കെ നഷ്ടമാക്കി. വീടും ധാന്യപ്പുരയും അഗ്നിക്കിരയാക്കി. കഷ്ടങ്ങളോ നഷ്ടങ്ങളോ തായനാരുടെ ഭക്തിക്ക് ഒരു കോട്ടവും ഉണ്ടാക്കില്ല. അവസാനം പട്ടിണിയായപ്പോൾ ഒരിക്കൽ വളരെ ധനികനായിരുന്ന അദ്ദേഹം കൂലിപ്പണി ചെയ്യാൻ തുടങ്ങി. കൂലിയായി കിട്ടുന്ന ധാന്യം കൊണ്ട് ഭഗവാന് നൈവേദ്യം മുടക്കാതെ അർപ്പിച്ചു. മാത്രമല്ല അതിലെ ഒരു ഭാഗം ശിവഭക്തന്മാർക്ക് അന്നദാനമായി നൽകുകയും ചെയ്യും. എന്നും നല്ല അരി കൊണ്ട് നൈവേദ്യം ഭഗവാന് സമർപ്പിച്ച് അവർ അരവയറോടെ ജീവിച്ചു. കാലം കടന്നുപോയി. ഭഗവാന്റെ പരീക്ഷണം തീർന്നില്ല. ഒരിക്കൽ അത്യധികം നല്ല വിള കിട്ടി. ഭഗവാനുള്ള നൈവേദ്യം സുലഭമായത് കണ്ട് ആ ഭക്തദമ്പതിമാർക്ക് സന്തോഷമായി. എന്നാൽ പാടത്ത് 2ാം കിട ധാന്യങ്ങൾ അവശേഷിക്കാതിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതായി. ദിവസം മുഴുവനും വേല ചെയ്ത് വൈകുന്നേരം വിശന്നു തളർന്ന് വീട്ടിലെത്തുന്ന തായനാർക്ക് പത്നി ചീരയോ മറ്റോ ലഭിച്ചാൽ പാകം ചെയ്തു കൊടുക്കും. അതുമില്ലെങ്കിൽ ഭക്തിധർമ്മത്തിൻ്റെ അതുല്യ മാതൃകയായ അരുന്ധതി ദേവിയെ പോലെയുള്ള ആ ഉത്തമ സ്ത്രീരത്നം അത്താഴത്തിന് അദ്ദേഹത്തിൻ്റെ കൈക്കൂമ്പിളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഭഗവാനുള്ള നൈവേദ്യം കൊടുക്കാൻ കഴിയുന്നത് തന്നെ തങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതി ആ ഭക്തദമ്പതികൾ ഇങ്ങനെ ദിവസങ്ങൾ നീങ്ങി. ഒരു തിങ്കളാഴ്ച ദിവസം ഹൃദയമുരുകുന്ന ഭക്തിയോടെ തായനാർ നൈവേദ്യത്തിനുള്ള ചെന്നല്ലരി, ചെഞ്ചീര, കണ്ണിമാങ്ങ എന്നിവ ഒരു കുടത്തിൽ നിറച്ച് ശിരസിൽ വച്ച് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു.
പൂജയ്ക്ക് വേണ്ടതായ പഞ്ചഗവ്യം, എണ്ണ, നാളികേരം തുടങ്ങിയവ ശിരസിലെ കൂടയിൽ വച്ച് ഭാര്യ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമില്ലാതെ നാളുകൾ പലതും നീങ്ങിയതിനാൽ ക്ഷീണിതനെങ്കിലും ഭക്തി കൊണ്ട് അക്ഷമനായ തായനാർ വേഗം നടക്കാൻ ആരംഭിച്ചു. ഭാര്യയോട്, ഭദ്രേ വേഗം വരൂ, ഇതാ ക്ഷേത്രഗോപുരം കാണാറായി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കവേ മുന്നിലുള്ള കല്ലിൽ തട്ടി കാലിടറി. അത്യധികം സ്നേഹത്തോടെ ഭാര്യ തൻ്റെ ഒരു കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരക്കെട്ട് ചുറ്റിപ്പിടിച്ച് വീഴാതെ കാത്തു. എന്നാൽ അദ്ദേഹം തലയിലേറ്റിരുന്ന മൺകലം താഴെ വീണുടഞ്ഞു. അതിലുണ്ടായിരുന്ന നൈവേദ്യ വസ്തുക്കളെല്ലാം നിലത്ത് ഒരു ഗർത്തത്തിൽ ചിതറി വീണു. കൊടുംചൂടിൽ വിണ്ടുകീറിയ നിലത്ത് വീണ അരിയും മറ്റും ആ വിള്ളലുകൾക്കുള്ളിൽ പോയി. ഇത് കണ്ട് തായനാർ എല്ലാ ദുഃഖങ്ങളും തീർക്കുന്ന ആ കാരുണ്യ വാരിധിക്ക് നൈവേദ്യം കൊടുക്കുവാനുള്ള ഭാഗ്യം ഇന്നെനിക്കുണ്ടായില്ലോ എന്നോർത്ത് ദുഃഖിച്ചു. ഇത് തൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടായതാണെന്ന് വിചാരിച്ച് കുറ്റബോധം താങ്ങാനാവാതെ അദ്ദേഹം തൻ്റെ അരിവാളെടുത്ത് തൻ്റെ കഴുത്തറുക്കാൻ ശ്രമിച്ച് ജനന മരണങ്ങളെ തന്നെ വേറെടുത്ത ആ ഉത്തമ ഭക്തൻ്റെ ശുദ്ധ മനസ്സിൽ നിന്ന് ഭഗവത് സ്തുതികൾ ഒരു മധുരഗാനമായി ഒഴുകി. ഉടനെ വൃഷഭാരൂഢനും ഗൗരീ സമേതനുമായി ശിവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. ഭഗവാന്റെ പാദങ്ങളിൽ വീണ ആ ഭക്ത ദമ്പതിമാരുടെ ശിരസിൽ ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ അത്യധികം പ്രസന്നനായിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം വസിക്കുക എന്നല്ലി ഭഗവാൻ അവരെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കർത്തവ്യ നിർവഹണത്തിൽ തനിക്ക് പറ്റിയൊരു ചെറിയ അപാകതയ്ക്ക് അരിവാളുകൊണ്ട് സ്വന്തം കഴുത്തറക്കാൻ ശ്രമിച്ച ആ ഭക്തൻ അങ്ങനെ അരിവാൾ തായനാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഭഗവാൻ പ്രത്യക്ഷമായ ആ വിണ്ടുകേറിയ ഭൂപ്രദേശം സസ്യശ്യാമള കോമളമായി തീർന്നു. തണ്ടലച്ചേരി എന്ന പേരിൽ അതിന്ന് വിഖ്യാതമാണ്. മാത്രമല്ല ആ ക്ഷേത്രത്തിൽ ഇന്നും ചെന്നല്ലരി, അതേപോലെ തന്നെ ചെഞ്ചീര, കണ്ണിമാങ്ങ എന്നിവയാണ് ഭഗവാന് നൈവേദ്യമായി ഇന്നും അർപ്പിച്ച് വരുന്നത്. ഇതാണ് ചേക്കിഴാർസ്വാമി പെരിയ പുരാണത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അരിവാൾ കൊണ്ട് കഴുത്തറക്കാൻ പോയി എന്നുള്ളൊരു പ്രതീകമായ അർത്ഥതലമാണ്. അതിൻ്റെ അർത്ഥം ജനന മരണങ്ങളുടെ തന്നെ വേരറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജനന മരണങ്ങളുടെ വേരറുക്കാൻ ഇവിടെ ഭഗവാൻ തന്നെ ഭക്തന് നിർദ്ദേശം കൊടുക്കുന്ന കാഴ്ച കൂടി നാം കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനന മരണങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഭക്തനെ അയാളുടെ കർമ്മങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അതാണ് ഇവിടെ പ്രത്യേകത. ഭക്തി കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ നിതാന്തമായ ഭക്തി കൊണ്ട് ഒരു ശിവഭക്തന് തൻ്റെ ജനന മരണങ്ങളെ എന്നേക്കുമായി അറുക്കാൻ പറ്റുകയും അങ്ങനെ കൈലാസവാസിയായി ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കഥയുടെ പൊരുൾ എന്ന് പറയുന്നത് ഒരു ഭക്തൻ്റെ തീവ്രമായ ഭക്തി കൊണ്ട് തന്നെ അയാളുടെ ജനന മരണങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുന്നു. ജീവൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം പുനർജന്മമില്ലാതിരിക്കുക, ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്, ശിവസായുജ്യം അടയുക എന്നുള്ളതാണ്. ആ ശിവസായുജ്യത്തിന് തീവ്രമായ ശിവഭക്തി ഒന്നുകൊണ്ട് മാത്രം കഴിയും, മറ്റൊന്നും വേണ്ട. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനകർമ്മയോഗങ്ങളൊന്നുമില്ലാതെ തന്നെ സത്യത്തിൽ ശിവഭക്തി കൊണ്ട് തന്നെ, തീവ്ര ശിവഭക്തി കൊണ്ട് തന്നെ, ശിവപൂജ കൊണ്ട് തന്നെ, ശിവഭക്തന്മാരെ പൂജിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് ജനന മരണങ്ങളുടെ വേര് അറുക്കാൻ കഴിയും. അങ്ങനെ ശിവസായുജ്യം നേടാനും കഴിയും. ഇതാണ് ഈ കഥയുടെ പൊരുളായിട്ട് ചേക്കിഴാർസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്ന ദിവ്യ ഉപദേശം. ഓം ശിവായ നമഃ.